Hello everyone, welcome back to NISHANA'S recipe notes. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ ഞാനൊരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് പ്രഷർ കുക്കറിലൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് മാഷ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒരു മാഷർ ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ഒരു വലിയ സവാള കുത്തി അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, ശകലം കുരുമുളക് പൊടി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും വെൽ കമ്പൈൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒന്നുകൂടെ ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണിത് ചെയ്യുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്കിതേപോലെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് മുഴുവൻ ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലറ്റൊക്കെ ചെയ്യുന്നത് പോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഓരോന്നും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഒരാളും കൂടെ എന്നെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. മോളാണ്. അവൾക്ക് ചില സമയത്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെർവ് ചെയ്യാനായി. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി പൊട്ടറ്റോ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വൈകുന്നേരം നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.
അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.